സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക മടക്കി കിട്ടാത്തതിനെ തുടർന്നാണ് കട്ടപ്പനയിൽ സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകാനാകാത്ത 164 സഹകരണ സംഘങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് മന്ത്രി വി.എൻ. വാസവൻ തന്നെ വ്യക്തമാക്കുന്നത്. തുക ലഭിക്കാതെയുള്ള ആത്മഹത്യകളും സംസ്ഥാനത്ത് കുറവല്ല. മുതൽ 2022 വരെ തട്ടിപ്പും തിരിമറി നടന്നിട്ടുള്ള 399 സഹകരണ ബാങ്കുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ പക്കലുള്ള കണക്ക്. തൃശൂരിൽ 66 സഹകരണ സംഘങ്ങളും മലപ്പുറത്ത് 55ഉം തിരുവനന്തപുരത്ത് 49ഉം സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പുകൾ നടന്നു. മന്ത്രി വി.എൻ. വാസവൻ 2022 നിയമസഭയിൽ പറഞ്ഞ കണക്കാണിത്. രജിസ്ട്രാർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തിയ അന്വേഷണത്തിൽ 272 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇതിൽ 202 സഹകരണ സംഘങ്ങൾ UDF-ന്റെ നിയന്ത്രണത്തിലും 63 സഹകരണ സംഘങ്ങൾ LDF-ന്റെ നിയന്ത്രണത്തിലും 7 BJP-യുടെ നിയന്ത്രണത്തിലുമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ സംഘങ്ങളിൽ 3313 കോടി രൂപയുടെ 2131 തട്ടിപ്പുകൾ നടന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ. 100 കോടിയിലധികം തട്ടിപ്പ് നടന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലും തിരുവനന്തപുരത്തെ കണ്ടല സഹകരണ ബാങ്കിലും. ഇതിനു പുറമെ 12 സഹകരണ സംഘങ്ങളിലും സമാന ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുകളാണിത്. റിസർച്ച് ഡെസ്ക് 24.